അങ്ങനെ ഞാൻ പുതിയൊരു വീഡിയോ എത്തിയിരിക്കുകയാണ്. ഇപ്പം സോഷ്യൽ മീഡിയ തുറന്നാൽ ഫുള്ള് മാർക്കോ എഫക്റ്റ് ആണല്ലോ. അപ്പോൾ അതിനെപ്പറ്റിയൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ നല്ല രീതിയിൽ കളക്ഷനും നല്ല റിപ്പോർട്ടും നേടിയ ഒരു സിനിമ തന്നെയായിരുന്നു മാർക്കോ. വേറെ നിങ്ങൾ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. എന്തായാലും അതിൻ്റെ കഥ വെച്ചല്ല, മേക്കിങ്ങും വയലൻസും വെച്ചാണ് പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ അത് റീച്ചായത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് തോന്നുന്നു, ആദ്യമായിട്ട് തന്നെയാണ്. കാരണം അല്ലെങ്കിൽ ഇത്രയും ലെവലിൽ റീച്ച് പോവില്ലല്ലോ, ഇത്രയും വയലൻ്റ് മൂവി. അതായത് ആനിമൽ കില്ല് അതൊന്നും ഒന്നുമല്ല, കണ്ടവർക്ക് നല്ലപോലെ മനസ്സിലാവും. മാർക്കോയുടെ ഫസ്റ്റ് ഹാഫ് കണ്ടവർക്ക് തോന്നും ഇതിലൊന്നും ഇല്ലല്ലോ എന്ന്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ചെയ്തു വെച്ചേക്കുന്നത് എന്താണെന്ന് നിങ്ങളെല്ലാവരും കണ്ടതാണ്. കാരണം അത്രയ്ക്കും ബ്രൂട്ടൽ വയലൻസ് തന്നെയാണ്. അതിപ്പോൾ എന്തായാലും OTT റിലീസ് വന്നിട്ടുണ്ട്. OTT റിലീസ് വന്ന ശേഷം അത് TV യിൽ പ്രദർശിപ്പിക്കാൻ പറ്റുമോ, അതായിരുന്നു ഇപ്പം ഏറ്റവും വലിയ കോൺട്രവേഴ്സി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉറപ്പാണ് അത് 18 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് കാണാൻ പറ്റിയൊരു സിനിമയാണ്. എന്നും പറഞ്ഞാൽ അതിൽ ന്യൂഡിറ്റിയോ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ വയലൻസ്, ബ്രൂട്ടൽ വയലൻസ് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, ബ്രൂട്ടൽ വയലൻസ് ആണ്. സോ അത് ഇങ്ങനെ ഒരു ടെലിവിഷനിലോട്ട് എന്തായാലും ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റൂല എന്ന് എനിക്ക് അന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതായിരുന്നു. എന്തായാലും അത് ടെലിവിഷനിൽ പ്രദർശിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഡിസ്കഷൻ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല പറ്റുമെന്ന്. കാരണം അതിൽ വയലൻ്റ് സീനുകളെല്ലാം കട്ട് ചെയ്ത സെക്കൻഡ് ഹാഫ് ഇല്ല. സെക്കൻഡ് ഹാഫ് കാണിക്കാൻ ഒന്നുമില്ല. ഫസ്റ്റ് ഹാഫ് തുടങ്ങുന്നു, സെക്കൻഡ് ഹാഫിൽ തീരും പെട്ടെന്ന്. അതിൽ അറിയാമല്ലോ, കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, അതിൽ വയലൻസ് മാത്രമേ ഉള്ളൂ സെക്കൻഡ് ഹാഫിൽ. അപ്പോൾ അതിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കാണിക്കുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അതിനേക്കാളും TV യിൽ പ്രദർശിപ്പിക്കാതിരിക്കുക, അത്ര തന്നെ ചെയ്യാനുള്ളത്. പക്ഷേ ഈ OTT പ്ലാറ്റ്ഫോമിലടക്കം മൊത്തം എടുത്ത് മാറ്റം എന്നൊക്കെ പറയുന്നത് എനിക്ക് എങ്ങനെ ലോജിക്കലി ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. എന്തായാലും നമുക്ക് മാർക്കോയെ പറ്റി വന്ന ന്യൂസ് ഒന്ന് കാണാം. മാർക്കോ സിനിമയുടെ TV പ്രദർശനത്തിന് അനുമതിയില്ല. അപേക്ഷ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ നിരസിച്ചു. റീജിയണൽ എക്സാമിനേഷൻ കമ്മിറ്റിയുടെ ശുപാർശ അംഗീകരിച്ച നടപടി. കൂടുതൽ സീനുകൾ വെട്ടിമാറ്റി വേണമെങ്കിൽ നിർമ്മാതാക്കൾക്ക് വീണ്ടും അപേക്ഷിക്കാം. വിവരങ്ങളുമായി ഏഞ്ചൽ മേരി മാത്യു ചേരുന്നുണ്ട്. ഏഞ്ചൽ, കൂടുതൽ സീനുകൾ എന്ന് പറഞ്ഞാൽ പിന്നെ സിനിമ കാണാൻ ബാക്കി ഉണ്ടാകുമോ എന്ന് സംശയമാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? PG, ആ സംശയം ശരിയെന്ന് തന്നെയാണ് ഇപ്പോൾ റീജിയണൽ എക്സാമിനേഷൻ കമ്മിറ്റി നമ്മളോട് പറയുന്നത്. കാരണം അത്രയധികം വയലൻസുകൾ, സീനുകൾ നിറഞ്ഞ സിനിമയായിരുന്നു മാർക്കോ. അഡൾട്ട് കാറ്റഗറിയിലായിരുന്നു ആ സിനിമ സെൻസർ ചെയ്തിരുന്നത്. തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയത് A സർട്ടിഫിക്കറ്റോടുകൂടിയാണ്. ഈ സിനിമ ടെലിവിഷനുകളിൽ പ്രദർശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ലോവർ കാറ്റഗറിയിലേക്ക് മാറ്റണം. കാരണം കുടുംബ പ്രേക്ഷകർ ഒന്നിച്ചാണ് ടെലിവിഷനുകളിൽ സിനിമ കാണാനിരിക്കുക. അതുകൊണ്ട് തന്നെ അത് ലോവർ കാറ്റഗറിയിലേക്ക്, ഒന്നില്ലെങ്കിൽ അത് അൺറെസ്ട്രിക്റ്റഡ് വാച്ചിങ് U കാറ്റഗറിയിലേക്ക് അല്ലെങ്കിൽ UA കാറ്റഗറിയിലേക്ക് മാറ്റണം. ഇതിനു വേണ്ടിയുള്ള അപേക്ഷയാണ് മാർക്കോ സിനിമയുടെ നിർമ്മാതാക്കൾ നൽകിയിരുന്നത്. അത് തിരുവനന്തപുരത്തെ റീജിയണൽ എക്സാമിനേഷൻ കമ്മിറ്റി സിനിമ കണ്ട് പരിശോധിച്ചു. പക്ഷേ എത്ര വെട്ടിമാറ്റിയാലും ഈ U കാറ്റഗറിയിലേക്കോ അല്ലെങ്കിൽ UA കാറ്റഗറിയിലേക്കോ സിനിമ മാറ്റാനാകില്ല എന്നുള്ളതാണ് റീജിയണൽ എക്സാമിനേഷൻ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. ഈ ശുപാർശയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന് അയച്ചത്. ആ ശുപാർശ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഇപ്പോൾ മാർക്കോ സിനിമയ്ക്ക് ടെലിവിഷനുകളിൽ പ്രദർശനത്തിന് അനുമതിയില്ല എന്ന് നമ്മൾ പറയാൻ കാരണം. വേണമെങ്കിൽ കൂടുതൽ സീനുകൾ വെട്ടിമാറ്റി, വയലൻസ് സീനുകൾ വെട്ടിമാറ്റി ഈ സിനിമയ്ക്ക് വീണ്ടും ടെലിവിഷൻ പ്രദർശന അനുമതിക്കായി അപേക്ഷിക്കാം. പക്ഷെ അപ്പോൾ പോലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത്രയധികം വയലൻസ് സീനുകൾ നിറഞ്ഞ സിനിമയാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം സീനുകൾ വെട്ടിമാറ്റാനാകും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എന്തായാലും കണ്ടില്ലേ, ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് പുള്ളിക്കാരനും അതിൽ പറയുന്നത്. വേറൊന്നുമല്ല, അതിൽ സീൻസ് വെട്ടിമാറ്റി കഴിഞ്ഞാൽ പിന്നെ ആ സിനിമ ഇല്ല. ഞാൻ പറയുന്ന ഇത്ര കഷ്ടപ്പെട്ട് കാണിക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, പറഞ്ഞതേ ഉള്ളൂ. അതിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല. ഇപ്പോൾ ഇത് മാത്രമല്ല എല്ലാവരും ചർച്ച ചെയ്യുന്നത്, മാർക്കോ ഇറങ്ങിയതോടെ എവിടെ അടി നടന്നാലും, അതായത് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വന്നാൽ അതായത് ന്യൂസിൽ എന്തെങ്കിലും ഒരു വീഡിയോ വന്നാൽ അതിൻ്റെ താഴെ പോയി എല്ലാവരും കമൻറ്റ് ചെയ്യുന്നത് മാർക്കോ എഫക്റ്റ്. ഇത് മാത്രമേ അവർക്ക് പറയാനുള്ളൂ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മാർക്കോ ഇറങ്ങിയില്ല ആയിരുന്നുവെങ്കിൽ ഇവിടെ ഈ അടിയും ബഹളവും കുത്തും ഒന്നും നടക്കില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? എല്ലാവരും പറയുന്നത് സിനിമയിലെ വയലൻസ് എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ അവർ ചെയ്യുന്നതെന്നൊക്കെ. അപ്പം ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ, മാർക്കോ ഇറങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു വയലൻസ് വന്നാൽ നിങ്ങളത് ഏത് സിനിമയുടെ മണ്ടേ കൊണ്ടിടുമായിരുന്നു? കില്ല്, ആനിമൽ, ഇത് മൂന്നും ഇറങ്ങിയില്ല എന്ന് വിചാരിക്കുക. ഇന്ത്യയിൽ ഇറങ്ങി വേറെ ഏത് സിനിമയിലുണ്ട് ഇത്രയും ബ്രൂട്ടലായിട്ട് വയലൻസ് കാണിക്കുന്ന? ഇപ്പോൾ ഈ 3 സിനിമ ഇറങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഏത് സിനിമ ഇങ്ങനെ പഴിചാരുമായിരുന്നു? ഇതിൻ്റെ നിർമ്മാതാവൊക്കെ വന്നിട്ട് പറയുന്ന കേൾക്കണം, പുള്ളിക്കാരൻ ഇനി ഇങ്ങനെ ഒരു സിനിമ ചെയ്യില്ല. അതായത് ഷെറീഫ് മുഹമ്മദ് ഇങ്ങനത്തെ ഒരു സിനിമ ഇനി ചെയ്യില്ല എന്നൊക്കെയാണ് പറയുന്നത്. കാരണം അത് അത്രത്തോളം പുള്ളിക്കാരനെ അഫക്റ്റ് ചെയ്ത് കാണും. അത്രത്തോളം സൈബർ ബുള്ളിങ് ആയിരിക്കും പുള്ളിക്കാരൻ അനുഭവിക്കേണ്ടി വന്നത്. നിങ്ങളൊന്ന് ലോജിക്കലി ചിന്തിച്ച് നോക്ക്, ഇവിടെ സിനിമ മാത്രമാണോ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? സിനിമ എന്ന സാധനം ബാൻ ചെയ്താൽ ഇവിടെ നാളെ തൊട്ട് എല്ലാവരും അങ്ങ് നന്നാവും. എനിക്ക് അതൊക്കെ കേട്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. സിനിമ ബാൻ ചെയ്യണം,
സിനിമയിലെ സീൻസ് ഇനി കൺട്രോൾഡ് ആയിട്ട് ഇറക്കണം. സിനിമ എത്രത്തോളം ഇൻഫ്ലുവൻസ്ഡ് ആവും അല്ലെങ്കിൽ തന്നെ എനിക്ക് അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാട് പോലെ ഇരിക്കും. റിയൽ ലൈഫും എന്താണെന്ന് തിരിച്ചറിയാനുള്ള പക്വത എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആരും ഇതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവില്ല. അതായത് സിനിമയിൽ നടക്കുന്നത് വേറെ, റിയാലിറ്റി വേറെ എന്ന് രണ്ടും വേർതിരിച്ച് കാണാനുള്ള ഒരു പക്വത നമുക്ക് എത്തിക്കണം. അത് നമ്മൾ ചെയ്തേ പറ്റൂ, വേറെ ആരും നമുക്ക് കൊണ്ട് തരത്തില്ല. ഇപ്പോൾ സിനിമ മാത്രമല്ല, രാഷ്ട്രീയം നമുക്കെടുക്കാം. രാഷ്ട്രീയത്തിലും അക്രമമില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ ഈ പാർട്ടി എന്ന് എടുത്ത് പറയുന്നില്ല, പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, പാർട്ടി അതായത് രാഷ്ട്രീയത്തിൽ അക്രമമില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഇത് കണ്ട് ആളുകൾ ഇൻഫ്ലുവൻസ്ഡ് ആവില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയും ടാർഗറ്റ് ചെയ്ത് പറയുന്നില്ല, പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ അത് പറയാതിരിക്കാൻ വയ്യ. അങ്ങോട്ട് പോയി കുത്തി വാങ്ങിച്ച ഒരു സാധനമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ അണ്ണാക്കിലടി കിട്ടുമെന്നൊക്കെ പറയൂലേ, അങ്ങനത്തെ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഹീറോയായി മാറുന്ന സിനിമയ്ക്ക് വലിയ പ്രചരണം കിട്ടുകയാണ്. സിനിമയുടെ തലയിൽ മാത്രം ശ്രീ അരുൺകുമാർ ഒരു സംശയം കേൾക്കട്ടെ. അതായത് ഇപ്പോൾ ശ്രീ അരുൺകുമാറും ആദ്യം സിനിമയിലേക്ക് പോയി അല്ലെ? ഏറ്റവും ആദ്യം താങ്കളും പോയത് സിനിമയിലേക്കാണ്. സിനിമയിൽ അക്രമവാസന പ്രോത്സാഹിപ്പിക്കുന്നു. അത് കാണുന്നതോടുകൂടി എല്ലാവരും അത് ഹീറോ ഏറ്റെടുക്കുന്നു. രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കുന്നത്? രാഷ്ട്രീയത്തിൽ അക്രമം നടത്തുകയും രാഷ്ട്രീയ കൊലപാതകം നടത്തുകയും ചെയ്ത് ജയിലിൽ പോകുന്നവരെ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഇത് ഈ പറഞ്ഞ പോലെ ഹീറോ ആയിട്ടല്ലേ? അതോ അവരെ എന്നേക്കുമായി ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനും അവർക്കെതിരെ കർശന നിയമ നടപടി എടുക്കാനും അവർക്കെതിരെ ആഹ്വാനം നടത്തുകയുമാണോ നിങ്ങൾ ചെയ്തത്? സിനിമയിൽ ഈ വില്ലത്തരം കാണിക്കുന്നവരെ ഹീറോ ആക്കുന്നു എന്ന് പരിതപിക്കുന്ന താങ്കളും ഇന്ന് താങ്കളുടെ മുഖ്യമന്ത്രി നിയമസഭയ്ക്കുള്ളിലും അക്രമം കാണിക്കുന്ന, പാർട്ടിക്ക് വേണ്ടി അക്രമം നടത്തുന്നവരോട് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? നിങ്ങൾ അക്രമവാസനയെ പ്രോത്സാഹിപ്പിക്കുകയാണോ നിരുത്സാഹപ്പെടുത്തുകയാണോ ചെയ്തത്? കണ്ടില്ലേ, ഇത് പുള്ളിക്കാരൻ അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് വാങ്ങിച്ചൊരു സംഭവമാണ്. അതിൽ പുള്ളിക്കാരൻ എന്താ CPIM-ലെ ഒരു നേതാവാണ്. അത് പുള്ളിക്കാരൻ സിനിമയെ പറ്റി തന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം പുള്ളിക്കാരൻ തിരിച്ച് ചോദിച്ചത് 100% ന്യായമായൊരു ചോദ്യമാണ്. രാഷ്ട്രീയത്തിൽ അക്രമമില്ലേ? എല്ലാവരും ചോദിക്കുന്ന, ഒരേ സ്വരത്തിൽ ചോദിക്കുന്ന ഒരു സാധനമാണിത്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഒരു 5-6 കൊല്ലം മുമ്പ് സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗിച്ചൊക്കെ കാണുന്നു. അതായത് അന്തം കമ്മികൾക്ക് വേണ്ടി പുള്ളിക്കാരൻ 2-3 മാസം ഡയലോഗ് അടിച്ചിട്ടുണ്ട്. നിങ്ങളെ നേരിട്ട് അറിയാത്ത ആളുമല്ല ആരെ, RSSനെ. അതും നിങ്ങളെ കണ്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും തന്നെയാണ് എൻ്റെ ഇതേവരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ പോലീസിൻ്റെ കയ്യിലുള്ള ആയുധങ്ങളുടെ നടുവിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നതെന്ന് പറയുമ്പോൾ, ഒരു കാലം ബ്രണ്ണൻ കോളേജിലെ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ കാലം, ആ കാലം ഈ പറയുന്ന RSSകാർക്ക് അറിയില്ലെങ്കിൽ പഴയ RSSകാരോട് ചോദിക്കണം. അന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളുകളുടെയും നടുക്കുകൂടെ തന്നെ ഞാൻ നടന്നു പോയിട്ടുണ്ട്. അന്ന് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു കൂട്ടര് ഇപ്പോ എന്ത് ചെയ്തു കളയുന്നാണ്. കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ നാളെ ഒരാൾ ഈ ഒരു പ്രസംഗം കേട്ടിട്ട് വടിവാളിൻ്റെ ഇടയിൽ കൂടെ പോകണമെന്ന് പറഞ്ഞ് മാസമായിട്ട് നടന്നാൽ അതാരെങ്കിലും ഏറ്റെടുക്കുമോ? ഒരിക്കലും ഇല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ സിനിമയുടെ സീൻസ് വെട്ടിക്കുറച്ചെന്ന് പറഞ്ഞു, അതിൽ കുറച്ച് ബ്രൂട്ടാലിറ്റി കുറച്ചെന്നോ പറഞ്ഞു ആരും നന്നാവാനൊന്നും പോകുന്നില്ല. എങ്കിൽ കീർത്തിചക്ര പോലുള്ള സിനിമയൊക്കെ കൊണ്ട് എത്ര പേര് പട്ടാളത്തിൽ ചേരണം? എങ്കിൽ നാളെ മുതൽ 4 നേരം അത് കാണിച്ചാൽ പോരെ? ഇപ്പം എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് 2K കിഡ്സിനെയാണ്. 2K കിഡ്സ് അങ്ങനെയാണ്, 2K കിഡ്സ് ഇങ്ങനെയാണ്. അവർക്ക് വേണ്ടൊരു എൻവയോൺമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, അവർ ജനിക്കുമ്പോൾ തന്നെ അവരുടെ കയ്യിൽ ഫോൺ എന്നൊരു സമ്പ്രദായമുണ്ട്. ഞാനൊക്കെ ജനിച്ച് എത്രയോ വർഷം കഴിഞ്ഞു. ഞാനൊക്കെ 10 +1 +2 പഠിക്കുമ്പോഴാണ് എൻ്റെ കയ്യിലൊരു ഫോൺ വരുന്നത്. അതിന് മുമ്പേ ഉണ്ടായിരുന്നു സാധാ ബേസ് ഫോൺ, നോക്കിയൊരു ബേസ് ഫോൺ. അതിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. നെറ്റ് പോലും ഇല്ല, ആകെ കളിക്കാൻ പറ്റുന്ന ഗെയിം മാത്രമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വേറൊന്നുമില്ല, കുട്ടികൾക്ക് വേണ്ടി ഉള്ള എൻവയോൺമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. വേറൊന്നുമില്ല, അവർ ഫോൺ എങ്ങനെ യൂസ് ചെയ്യണം, പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഒരു സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, എന്ത് തരം കമൻസുകൾ എവിടെയൊക്കെ ഇടാം, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഒരു സ്ഥലത്തും പറഞ്ഞു കൊടുക്കുന്നില്ല. അവർ ജനിക്കുമ്പോൾ തന്നെ ഒരു വൈഡായിട്ടുള്ള വേൾഡിലോട്ടാണ് ചെന്നെത്തുന്നത്. കാരണം ഫോണിലൂടെ അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങൾ കുറവാണ്. നിങ്ങൾ തന്നെ നോക്ക്, നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ ഫോൺ എടുക്കുക, അങ്ങ് നോക്കുക, അത്രേ ഉള്ളൂ. ഗൂഗിളിൽ കയറുക, സെർച്ച് ചെയ്യുക. നെറ്റുണ്ട്, ഫോണുണ്ട്, പിന്നെ എന്തുകൊണ്ടായിക്കൂടാ? നമുക്കാകാമെങ്കിൽ ആ കുട്ടികൾക്ക് എന്തുകൊണ്ടായിക്കൂടാ? നമ്മുടെ സിസ്റ്റമൊക്കെ എന്നിവിടെ സ്ട്രോങ് ആവുന്നു അന്ന് തൊട്ട് ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾ കുറഞ്ഞു തുടങ്ങും. അല്ലാതെ പണക്കാരനൊരു നിയമം, പണമില്ലാത്തതിന് വേറൊരു നിയമം, പ്രിവിലേജ്ഡ് ആയിട്ടുള്ളവർക്കൊരു നിയമം, അങ്ങനെയാണെങ്കിൽ ഒരു കാലത്ത് ഇവിടെ നന്നാവാൻ പോണില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം,
അത് അത്ര ഫെയിലിയറാണ്. ഇപ്പോഴും 10-20 കൊല്ലം മുമ്പുള്ള സിലബസ് കാണാതെ പഠിച്ച് ഛർദ്ദിച്ച് വെക്കുക. കാണാതെ പഠിക്കാൻ കഴിവുള്ള ആൾക്ക് നല്ല മാർക്ക് കിട്ടും. അതല്ലേ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം. അതുപോലെ തന്നെ ഈ റിയൽ ലൈഫും ഡിഫറൻ്റ് ആണെന്ന് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കണം. ഉറപ്പായിട്ടും പഠിപ്പിക്കണം. അത് സ്കൂളിൽ നിന്ന് തന്നെ പഠിപ്പിക്കണം. അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. വീട്ടിൽ നിന്ന് പഠിപ്പിക്കാനൊക്കെ ഒരു പരിധിയുണ്ട്. കാരണം ഒരു സമയം വരെ, ഒരു പ്രായം കഴിയുന്നവരെ കൂടുതൽ സമയം കുട്ടികൾ ചിലവഴിക്കുന്നത് സ്കൂളിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരെ പഠിപ്പിക്കുക തന്നെ വേണം. ആഴ്ചയിൽ ഒരു ദിവസത്തെ ക്ലാസ്, ഒരു ദിവസത്തെ സബ്ജക്റ്റ് ഇതാക്കി മാറ്റണം. ഉറപ്പായിട്ട് നല്ല ഡിഫറൻസ് കാണാൻ പറ്റും. മേ ബി ഇനി വരും കാലങ്ങളിൽ ഇതൊക്കെ ഇത്രയും വലിയ പ്രശ്നമായതുകൊണ്ട് മേ ബി ഞാൻ പറഞ്ഞതുപോലെ ഒരു സബ്ജക്റ്റ് വന്നേക്കാം. വന്നാൽ അത്രയും നല്ലത്. വന്നാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും. ഇടയ്ക്ക് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി തന്നെ പറഞ്ഞായിരുന്നു, സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കും, സ്കൂളിൽ നിന്ന് തന്നെ പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോഴും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ തിരക്കിയപ്പോൾ അറിഞ്ഞത്. മേ ബി ഞാൻ ചിലപ്പോൾ റോങ് ആയിരിക്കും. പക്ഷേ ഞാൻ ചോദിച്ച കുട്ടികളുടെ അടുത്തൊന്നും അങ്ങനെ ഒരു സംഭവം അവിടെ പഠിപ്പിക്കുന്നില്ല, സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, ചുമ്മാ പേപ്പറിൽ മാത്രം എഴുതി തീർക്കാതെ ഇതൊക്കെ റിയാലിറ്റിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റണം. പറ്റിയാൽ ഉറപ്പായിട്ടും നല്ല മാറ്റം കൊണ്ടുവരാൻ പറ്റും. അല്ലാതെ ഈ സിനിമ നിരോധിച്ചെന്നും പറഞ്ഞു, സിനിമയുടെ സീൻസ് കട്ട് ചെയ്തെന്നും പറഞ്ഞു ഇവിടെ നാളെ മുതൽ പുതിയൊരു മഹാത്മാഗാന്ധിയോ ജവഹർലാൽ നെഹ്റു ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങൾ ആദ്യം ഒന്ന് ലോജിക്കലി ചിന്തിക്കുക. എല്ലാം മറ്റേ സിനിമയുടെ കൊണ്ടേ കൊണ്ടുവരാതെ. ഞാൻ മറ്റേ സിനി ഫയലൊന്നുമല്ല, പക്ഷേ ഇത് പറയാതിരിക്കാനും വയ്യ. സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, സിനിമയായിട്ട് കാണാൻ പഠിപ്പിക്കുക. എങ്കിൽ അവിടെ പ്രശ്നം തീർന്നു.